ഉപദ്രവിക്കാനും കൊല്ലാനും ഒന്നും വന്നതല്ല. ഒരു തെറ്റ് ചെയ്തു പോയി. അതിന് നേരിട്ട് വന്നൊന്ന് മാപ്പി ചോദിക്കണമെന്ന് കരുതി വന്നതാ. അതിനെന്തിനാ ഇങ്ങനെ പേടിച്ചോടുന്നേ? 2-3 ഇടത്ത് വെച്ച് കണ്ടിട്ടുണ്ട്, പരസ്പരം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്രയല്ലേ ഉള്ളൂ മിനിക്ക് എന്നോടുള്ള പരിചയം. പക്ഷെ ഞാനൊരു1000 വട്ടം മിനിയെ അല്ലാതെ കണ്ടിട്ടുണ്ട് എൻ്റെ സ്വപ്നത്തിൽ. എന്നാൽ ഒരിക്കൽ പോലും മിനിയുടെ മുമ്പിൽ ഒരു ശല്യമായി വരരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പെട്ടെന്ന് അറിയാതെയാണെങ്കിലും അന്ന് ആ റെസ്റ്റോറൻറ്റിൽ മിനി എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അടുപ്പത്തിൽ വർത്താനം പറയാനൊക്കെ പറഞ്ഞപ്പോൾ ദൈവം എൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനിച്ചിരിക്കുന്നതൊക്കെ ഞാനങ്ങ് കയറി ഭ്രമിച്ചു പോയി. അതാ പെട്ടെന്ന് ഒരാൾ എൻ്റെ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു പോയത്. പറഞ്ഞത് സത്യമായിരുന്നെങ്കിലും പറയരുതായിരുന്നെന്ന് പിന്നീട് തോന്നി. അതിന് മനസ്സ് മുഴുവൻ തുറന്ന് ഞാൻ മാപ്പ് ചോദിക്കുക. മാപ്പ്. നന്നേ. കൂട്ടുകാരനെ എവിടാ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? എന്തിനാ ഇങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ? ഇനി ഇങ്ങനൊന്നും വേണ്ട. അന്ന് അടുത്ത് വന്നിരുന്നതിനും വർത്താനം പറഞ്ഞതിനും ഞാനും മാപ്പ് ചോദിക്കുക. വാശിയും വൈരാഗ്യമൊക്കെ കളഞ്ഞ് കൂട്ടുകാരനെ പുറത്തു കൊണ്ടുവന്നേര്. എന്നിട്ട് എല്ലാം മറന്നേര്. എല്ലാം. ഞാൻ ചെയ്ത തെറ്റിന് നിരപരാധികളായ എൻ്റെ കൂട്ടുകാർക്കും കിട്ടിയ ഒരുപാട് ശിക്ഷ. അതിൻ്റെ ദേഷ്യം അവർ തീർക്കുമ്പോൾ വേണ്ടാന്ന് പറയാൻ എനിക്കെങ്ങനെ പറ്റും? എന്നാലും മിനി പറഞ്ഞുകൊണ്ട് ശ്രമിച്ചു നോക്കാം പരമാവധി. പിന്നെ എല്ലാം മറക്കണമെന്ന് പറഞ്ഞില്ലേ, മറക്കാം. എൻ്റെ വാശിയും എൻ്റെ വൈരാഗ്യം ഒക്കെ ഞാൻ മറക്കാം. പക്ഷേ പഴയ ജന്മത്തിൽ എന്നോ കണ്ട് കൊതി തീരാത്തൊരു മുഖമുണ്ട്. ആ മുഖം എനിക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും. എടാ ഗോവിന്ദ, നീ 15-ാം നമ്പർ റൂം ക്ലീൻ ചെയ്താ? എടാ ഈ മുറിയിലെ കട്ടിലെടുത്ത് 15-ാം നമ്പർ മുറിയിലിട്ടിട്ട് അവിടത്തെ കട്ടിലെടുത്ത് ഇവിടെ ഇടാനല്ലേ മൊലാളി പറഞ്ഞത്? അതെ. എന്നാ പിടിച്ചോ. പിടിക്കാം. നിങ്ങളായിരുന്ന പോക്കിരിത്തരം കാണിക്കുന്നു. മനുഷ്യന്റെ ചങ്ക് പറഞ്ഞ പോലെ പണിയെ പോലെ കാണിച്ച് മതി മതി തൊലിക്കൽ നിർത്തിയിട്ട് കാര്യം പറ. എന്തായി സംഭവം? എന്തായി? ഒന്നും ആകാനില്ല. മാൻ മിസ്സിംഗ് കളി അവസാനിക്കുന്നു, നീ പുറത്തിറങ്ങുന്നു. അതെന്താ? നിന്നെ പുറത്തു കൊണ്ടുവരാൻ മിനി വന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ ഈയോടെ സസ്പെൻഷനോ? അതിന് വേണ്ട. മിനി വന്ന് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ല. അത് പൊനാങ്കി പോയി പറഞ്ഞാ മതി. ആ ഈയോക്ക് സസ്പെൻഷൻ കിട്ടാതെ ഞാൻ ഇവിടെ ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അതല്ലടാ, സസ്പെൻഷൻ ആയ എനിക്ക് മിനിയുടെ മുഖത്ത് നോക്കാനേ പറ്റില്ല. സസ്പെൻഷൻ ആകുന്നില്ലെങ്കിൽ നാളെ മുതൽ മിനി എന്റേതാ. ഒന്ന് പോടാവേ. ആ പെണ്ണ് വന്ന് 2 പുന്നാര വാക്ക് പറഞ്ഞപ്പോ നീ അങ്ങ് മാറിപ്പോയോ? എടാ, പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്, അവര് പറ്റിക്കും. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും അയ്യോ ഒന്ന് സസ്പെൻഡ് ചെയ്യിക്കണം. നമുക്ക് എത്ര ഇടിയാടാ കിട്ടിയത്? മിനി എനിക്ക് കിട്ടാനായി എന്തും ചെയ്യാമെന്ന് വാക്ക് തന്നതാ നീ. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്താ നാളെ മുതൽ മിനി എന്റേതാ. ഉറപ്പാണോ നിനക്ക്? ഉറപ്പാ. 100%? 100%. എന്നാ വാക്കുക? വാക്ക്. മിനിയെ നിനക്ക് കിട്ടുമല്ലോ. കിട്ടും. എന്നാ റെഡി? Come along, my little children! Come on! എന്താടാ അയ്യോ, എന്താ കാര്യം? എന്റെ അമ്മച്ചി മല പോലെ വന്നത് എലി പോലെ പോയി. സസ്പെൻഷന് പകരം പ്രമോഷൻ കിട്ടുന്ന ലക്ഷണമാണ്. അതെന്താടാ? ഇയോന്റെ അടുത്ത് കളിച്ചാ കളി മാറുന്ന അവന്മാർക്ക് മനസ്സിലായി. ഏതവന്മാർക്ക്? അമ്മച്ചി, ഞാൻ തല്ലിയിട്ടടുത്ത് ചത്തുപോയില്ലേ? അവനെന്ന് എസ് പിയുടെ മുമ്പിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു. തല്ലല് പോട്ട് ഞാൻ അവനെ തൊട്ടുപോലും ഇല്ലെന്ന് അവൻ എഴുതി കൊടുത്തു. പേടിച്ചു പോയി. അവന്റെ തന്തയാണെങ്കിൽ പരാതിയും പിൻവലിച്ച് മാപ്പം പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുകയാണ്. ഇൻസ്പെക്ടർ ഈ ആരാണെന്ന് അവർക്ക് പിടികിട്ടി. ഏതായാലും 2 ദിവസത്തെ ഉറക്കം പോയി. ലമ്മച്ചി, ഓ, ഉറക്കം നിന്റേതേ പോയുള്ളൂ. ഈ ചെറിയ കാര്യത്തിന് ഇവിടെ ആരുടെ ഉറക്കമൊന്നും പോയില്ല. പൊണ്ണത്തടിയനാണെങ്കിലും നീ ഒരു പേടിച്ചൂറിയായി പോയല്ലേ എന്റെയോ. എന്റെ ഷോളിങ് തന്നെ പേടിച്ചൂടെ ഷോൾ അമ്മച്ചിട്ടുണ്ടാ. കിടക്കുന്നു എന്റെ ഷാള്. നിന്റെ കെട്ടിയോ കൊണ്ടുകൊടു. പേടിച്ചു തൂറി. ഓ, ചെവി കേക്കണ്ട. കൊണ്ടുപോ പിള്ളേരെ എവിടുന്ന്.
അന്ന് കൂട്ടുകാരനെ പുറത്തു കൊണ്ടുവന്നതിന് ഒരു നന്ദി പറയാൻ ഞാൻ പലയിടങ്ങളിൽ അന്വേഷിച്ചു. ഇപ്പോഴാ കാണുന്നേ. താങ്ക്സ്. പോട്ടെ. ഇത്തിരി ദൂരം ഞാനും വന്നോട്ടെ? എന്തിനാ? വെറുതെ. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ഞാനും വരും. വരൂ. വീട്ടിലൊരു കൊച്ചു കുഞ്ഞാണെങ്കിലും മിനി ഇപ്പോ ബികോം ഫൈനൽ ഇയറിന് പഠിക്കുന്ന ഒരു മുതിർന്ന പെണ്ണാ. വരൂ. തീരുമാനങ്ങൾ എടുക്കാനും വേണ്ടെന്ന് വെക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു ഗ്രോൺ അപ്പ് ഗേൾ. വരൂന്നേ. ഒരിക്കൽ മിനി കേൾക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു ഇഷ്ടം ഉറക്കെ പറഞ്ഞതാ, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണെന്ന്. അതിൻ്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ മറുപടി എന്നാണെങ്കിലും മിനി പറഞ്ഞേ തീരൂ. അതിപ്പോ പറയണം. അയ്യോ, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ഇഷ്ടമാണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ലാന്ന് തന്നെ തറപ്പിച്ച് പറയാം. പറ. എന്നോട് അങ്ങനൊന്നും ചോദിക്കണ്ട. ഞാൻ പോവാ. നിക്ക്. മിനി ഇപ്പൊ എന്റെ മനസ്സിന്റെ കടുത്തൊരു വേദനയാ. ആദ്യം കണ്ട നിമിഷം മുതലേ മനസ്സിനെ വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന ഒരു വല്ലാത്ത വേദന. താങ്ങാൻ പറ്റുന്നില്ല. മിനി ഇപ്പൊ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ വേദന അങ്ങ് പോവും. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും അതങ്ങ് പോവും. മറക്കാലോ എല്ലാം. പറ. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല. അപ്പൊ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? അയ്യോ വേണ്ട. എന്നാ ഇഷ്ടമല്ലെന്ന് വിശ്വസിച്ചോട്ടെ? എന്തിനാ ഇങ്ങനെയൊക്കെ? അപ്പൊ ഇഷ്ടമല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ശരി, ഇഷ്ടമല്ല. ഞാൻ പോവാ. വേണ്ട, പറഞ്ഞിട്ട് പോയാ മതി. നാളെ പറഞ്ഞാ മതിയോ? മതി. നിക്ക്. നാളെ കളവ് പറയരുത്. ഇന്നൊരു കളവ് പറഞ്ഞു. എന്നെ അന്വേഷിച്ചിട്ട് കണ്ടില്ല എന്ന്. ഇന്നലെ മറഞ്ഞു നിന്ന് എന്നെ നോക്കിയത് ഞാൻ കണ്ടു. ഒന്നും പറഞ്ഞില്ലെങ്കിലും ആ മനസ്സ് ഞാൻ അറിയുന്നുണ്ട്. എങ്കിലും നാളെ ഞാൻ കാത്തു നിൽക്കും. ആരാ എന്റെ മോടെ മനസ്സിനെ വേദനിപ്പിച്ച്? അമ്മച്ചി പറയുന്നു, കുട്ടികൾ പറയുന്നു, എല്ലാരും പറയുന്നു, 3-4 ദിവസമായി നിന്റെ മുഖത്തൊരു വാട്ടമെന്ന്. ഇല്ല. കളിയില്ല, ചിരിയില്ല, തമാശയില്ല, ഒന്നുമില്ല. ഇവിടെ ആരാ എന്റെ മോടെ മനസ്സിനെ വേദനിപ്പിച്ച്? പറ. ഒന്നുമില്ല കുട്ടിച്ചായ. ഈ കൊച്ചിച്ചാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ? ആരും ഒന്നും ചെയ്തില്ല. പിന്നെന്താ മോൾ ഇങ്ങനെ? ഒന്നുമില്ല കുട്ടിച്ചായ. നീ ഈ വീട്ടിലെ വിളക്കാണ് മോളെ. അതണഞ്ഞ ഇരുട്ടിലായി പോവും. ചുമ്മാ എല്ലാവർക്കും ഓരോന്ന് തോന്നുക. എനിക്കൊന്നുമില്ല. ആരും ഒന്നും ചെയ്തുമില്ല. ആ ശരിയാ, അവക്കൊന്നുമില്ല. എല്ലാരും കൂടെ പുന്നാരിച്ച് അവളെ വിഷമിപ്പിക്കാതെ. മതി, ഇങ്ങോട്ട് പോര്. വാ പിള്ളേരെ. നടക്ക. അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഷോള് ഞാൻ തിരിച്ചു വാങ്ങിച്ചതുകൊണ്ടാണെങ്കിൽ അത് അന്ന് രാത്രി തന്നെ ഞാൻ തിരിച്ചു കൊടുത്തു. അതൊന്നും അല്ല അയ്യോ ചായ. അപ്പൊ അതല്ലല്ല. അല്ല. കർത്താവാണ്, എന്റെ അമ്മച്ചിയാണ്, എന്റെ ഇച്ഛന്മാരാണ്. ഞാൻ വഴി പിടിച്ചു പോവില്ല. സത്യം. വേണ്ട. മിനി വന്നില്ല, ഇനി വരികയില്ല. എന്തേ? എന്തിനാ അവളെ കാണാനാ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? വഴിയിൽ വന്ന് നിൽക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെ
അവള് നീണ്ട അവധിയെടുത്തത്. ആരുടെയും മുഖത്ത് നോക്കി എതിർത്തൊന്നും പറയാൻ അവൾക്കാവില്ല. അതുകൊണ്ടാണ് എന്നോട് ഈ കാര്യം പറയാൻ പറഞ്ഞത്. നിങ്ങളെ അവൾക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് അവളെ കിട്ടുകയില്ല. ഈ പറഞ്ഞൊന്നും ഞാൻ വിശ്വസിക്കില്ല. എനിക്കറിയാം മിനിക്ക് എന്നെ ഇഷ്ടമാണ്. ഷീ ലവ്സ് മീ. അവള് പാവാ, സൂക്ഷിച്ചാ ജീവിക്കണേ. ഇപ്പോ അവളായിട്ട് ഒഴിഞ്ഞു മാറുക. ഇനി ശല്യമാകരുത് അവൾക്കും അവളുടെ കുടുംബത്തിനും. പറഞ്ഞേക്കാം. എടാ, അന്നേ നിന്നോട് പറഞ്ഞതല്ലേ അവളെ വിശ്വസിക്കരുതെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? സമാധാനായില്ലേ? എടാ, കള്ളിയാണ് അവള്, ഭയങ്കര കള്ളി. ആ ഇയൊക്കൊരു സസ്പെൻഷൻ കിട്ടിയിരുന്നെങ്കിൽ അതെങ്കിലും ആയനെ. ഇപ്പൊ കഷ്ടത്തിലിരിക്കണ പോവുകയും ചെയ്ത് ഉത്തരത്തിലിരിക്കണ കിട്ടിയില്ല. കിട്ടിയില്ലാന്ന് പറയാൻ പറ്റില്ല. കുറെ ഇടി കിട്ടിയില്ലേ? അന്ന് എന്തൊരു ബഹളായിരുന്നു ഇവൻ. മിനി പറഞ്ഞു ഓലക്ക. ഇനി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, അതങ്ങോട്ട് വിട്ടേരി. നമുക്ക് വേറൊരു ലവ് അല്ല വെള്ളി നോക്കാം. എന്റെ പെണ്ണാവള്, അവക്കെന്നെ ഇഷ്ട, എന്നെ മാത്രം. എനിക്ക് അവളെയും. ഭ്രാന്താണ് നിനക്ക്, ഭ്രാന്ത്. അവളെ നിനക്ക് കിട്ടില്ല. അവളെ നല്ല അവളുടെ രോമം പോലും നിനക്ക് തൊടാൻ പറ്റില്ല. അവള് നിന്നിട്ട് പറ്റിക്കടാ. എന്താ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട, ഞാൻ പറഞ്ഞ നേരെ തന്നെയാ. നിനക്ക് അവളെ കിട്ടില്ല. നാളുകൾ ഒരുപാട് കഴിഞ്ഞു. യെസ് ആണെങ്കിലും നോ ആണെങ്കിലും അറിഞ്ഞേ തീരൂ. പറയാൻ വിഷമമാണെങ്കിൽ ഒന്ന് എഴുതിക്കൂടെ? ഈ അഡ്രസ് ഒന്ന് മനസ്സിൽ കുറിച്ചിടുക. ഐ ലവ് യു, സ്തുതി, കെയർ ഓഫ് കേണൽ നായർ. നീ ഒരു തെറ്റും ചെയ്യില്ലെന്നറിയാം, ഒരിക്കലും കളവ് അറിയില്ല എന്നറിയാം. എങ്കിലും ചോദിച്ചു പോവാണ്, നീ പറഞ്ഞിട്ടാണോ അവനോട് വന്നേ? കൊച്ചിച്ചായ, നീ പറഞ്ഞിട്ടാണോ അവനോട് വന്നേ? അല്ല കൊച്ചിച്ചായ. വേണ്ട, ഒന്നും പറയണ്ട. മനസ്സിലായി, ഒക്കെ മനസ്സിലായി.
എനിക്കുണ്ടോ ഒരു പെങ്ങള്? എന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് അവള്. കുറെ നാളായിട്ട് എന്റെ പെങ്ങടെ പുറകെ നടക്കായിരുന്നുവൻ. വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാ. എന്നിട്ട് ആരുമില്ലാത്ത നേരത്ത് വീടിനകത്ത് കയറി വന്ന് ഈ എഴുത്തിട്ട് കൊടുത്തിരിക്കുന്നു അവളുടെ മുമ്പിലോട്ട്. ഈ എഴുത്തും കൊണ്ട് എന്റെ പെങ്ങൾ എന്റെ അടുത്ത് വന്ന് ഇവന്റെ ശല്യം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? വന്ന് ഇവനെ തടവി കൊടുക്കണോ? പറ. തീർന്നിട്ടില്ലടാ, വെച്ചിട്ടുണ്ട് നിനക്ക്. അവനെ ഹോസ്പിറ്റലൈസ് ചെയ്യണം. വേണ്ട വേണ്ട, ആരും തൊടണ്ട, ആളെ കൊണ്ടുപോയിക്കോളാം. എന്തൊക്കെയാണ് ഈ കേട്ടെ? എടാ, ഇപ്പൊ ഇവിടെ വെച്ച് നീ സത്യം ചെയ്യണം. ആ പീറപ്പെണ്ണിനെ കാണില്ല, ഓർക്കില്ല, ഇഷ്ടപ്പെടില്ല എന്ന്. സത്യം ചെയ്യടാ സുധി. എടാ, ആ വർക്കി പറഞ്ഞതൊക്കെ കള്ളവാ. ആയിക്കോട്ടെ, എന്നാലും ചെയ്യടാ സത്യം. സത്യം ചെയ്യാനല്ലേ പറഞ്ഞത്? എടാ, സത്യം ചെയ്യാൻ. എന്റെ മിനിയെ ഞാനിനി കാണില്ല, ഓർക്കില്ല, ഇഷ്ടപ്പെടില്ല. സത്യം. രാധു, അച്ഛനെ ഒന്ന് വിവരം അറിയിക്കണം. ഒന്ന് വരാൻ പറ, എനിക്കൊന്ന് കാണണം. അച്ഛൻ വരുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്തത് മിനിയുടെ ചേട്ടനാന്നുള്ള കാര്യം പറയണ്ട. എന്താ എന്താ പറഞ്ഞാല്? ഒക്കെ അവസാനിച്ചതല്ലേ, വീണ്ടും എന്നിട്ട് കുത്തിപ്പൊക്കണം. ഹലോ, ഞാൻ സുധിയുടെ ഫ്രണ്ടാ, രാധാമാധവൻ. ആ എങ്ങനുണ്ട്? സുഖമല്ലേ? അതെ, പിന്നെ സുധിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്താ പ്രത്യേകിച്ച്? പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ആ അത്രേ ഉള്ളോ? പേടിച്ചു പോയല്ലോ. ഞാൻ ഉടനെ വരാം. What do you want? Who are you? രഘുപാൽ. നിക്കണ അവിടെ. അയ്യോ, കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മിസ്റ്റർ കേണലല്ലേ? അപ്പൊ ആദ്യം കാണുക. ആളെ മനസ്സിലായില്ല കേട്ടോ, ക്ഷമിക്കണം. Hands up. പൊക്ക, എത്ര നേരം വേണമെങ്കിലും പൊക്ക. ആദ്യം പിടിച്ച് വലിക്കല്ലേ പ്ലീസ്. എന്റെ പൊന്നു കാണലല്ലേ, വലിക്കല്ലേ വലിക്കല്ലേ. അയ്യോ അങ്ങളെ ചതിക്കല്ലേ. അങ്ങനെ സുധിയുടെ അച്ഛനാത്. സുധിയുടെ അച്ഛനാ. അതെയോ? ആ, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കാണുന്നത് ആദ്യമായിട്ടാ. അതങ്ങ് മാറ്റി, അതങ്ങ് മാറ്റി. അവിടെ വെക്കണോ? അത് സാരമില്ല. How are you? Fine, how are you? I am also fine. Carry on, carry on. Thank you very much. ആ വട്ടനാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് തോട്ടക്കാരനാണെന്ന്. ഇപ്പൊ സംഗതി കുഴഞ്ഞാന്. ആ സുധി എവിടെ? അകത്തുണ്ടല്ലോ, കാണട്ടെ. എന്തൊക്കെ മോനെ? തല്ലിയതാ കുറെ പേര്. ആരൊക്കെയാണ് നിന്റെ ദേഹത്ത് കൈവച്ചത്? പറയാൻ. വേണ്ടച്ച, തെറ്റ് എന്റേതാ, അതിനുള്ള ശിക്ഷയാ. അച്ഛൻ എന്നോട് ഒന്നും ചോദിക്കരുത് ഒരിക്കലും, പ്ലീസ്. ഒക്കെ മറക്കണം എനിക്ക്. ആരെയാ കാണിച്ചത്? വേദനയുണ്ടോ? സാരമില്ല, ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. വേണ്ട, അമ്മ ഇപ്പൊ എന്നെ ഇങ്ങനെ കാണണ്ട. അമ്മയോടൊന്നും പറയുകയും ചെയ്യരുത് അച്ഛൻ. പറയോ? അച്ഛാ, ഇതൊക്കെ ശരിയായിട്ട് പഠിപ്പിച്ച് ഞാൻ തിരിച്ചു വരിക. അമ്മയുടെ ഇഷ്ടങ്ങൾക്കൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു പറയൂ അമ്മയോട്. എന്താ മോനെ ഇത്? അമ്മയെ നിനക്കറിഞ്ഞൂടെ? നിന്റെ ഇഷ്ടമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അമ്മയ്ക്കും അച്ഛനും പഠിക്കാൻ മോൻ ആഗ്രഹിച്ചതല്ലേ? പഠിച്ചോ, ഒക്കെ ഭേദമാകും. എന്നാലും എന്റെ മോനെ ഇങ്ങനെ തല്യവന്മാരെ. വേണ്ട അച്ഛാ, അതിനെപ്പറ്റി ആലോചിക്കുക പോലും വേണ്ട.
നിക്കവിടെ നിക്കവിടെ. ഞങ്ങളുടെ കൂട്ടുകാരനെ തല്ലി ചതച്ചകത്തിട്ടപ്പോ നിനക്ക് കോളേജിൽ പോകുന്നായി അല്ലേ? അവൻ എന്ത് തെറ്റാ ചെയ്തത് പറ? വർത്തമാനം പറയാനായിട്ട് വന്നിരുന്നെന്ന് നീയല്ലേ? നിന്റെ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി കെഞ്ചിയതും നീയല്ലേ? ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും തുറന്നു പറയണമെന്ന് അവൻ പറഞ്ഞല്ലേ നിന്നോട്? എന്റെ അന്നൊന്നും മിണ്ടിയില്ല. കത്ത് കൊണ്ടെത്തന്ന ഇഷ്ടമായില്ലെങ്കിലേ അന്തത്തോടെ മുഖത്തെറിഞ്ഞു കൊടുക്കണമായിരുന്നു, ഇല്ലെങ്കിൽ വാ തുറന്ന് പറയണമായിരുന്നു. കുറെ ചേട്ടന്മാർ ഇവർക്കൊരു ഗുണ്ടകളുണ്ടെന്ന് കരുതി പട്ടിയെ തല്ലുന്നോട് തല്ലിക്ക. സുധിയുടെ അച്ഛൻ എന്റെ മോന്റെ ദേഹത്ത് തൊട്ട് പറയടാ. ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാം, പറയടാ. അയ്യോ ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല, സത്യമായിട്ടും അറിയില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളെ കൊണ്ട് ഞാനത് പറയിക്കും. എന്നിട്ട് കൊല്ലം ചേരാന്മാരെ. നിങ്ങൾക്ക് അറിയാടാ, അറിയാം. എന്നാലും എന്റെ പൊന്നുമോനെ തല്ലിച്ചതയ്ക്കുന്നത് നോക്കി നിന്നല്ലോടാ നിങ്ങള് കൂട്ടുകാര്. കേട്ടല്ലോ എല്ലാം. ആ മനുഷ്യന്റെ ഒറ്റ മോനാ. തല്ലിയതാരാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ 3 ചേട്ടന്മാരെ അരിഞ്ഞു നുറുക്കുമാച്ചൻ. അതിനുള്ള കഴിവുണ്ട്, തന്റെ ഇടവുണ്ട്. പൊയ്ക്കോ, ഒരു സുഖമായിട്ട് പഠിച്ചോ. വഴിയിലൊരു ശല്യമായി ഇനി ഒരിക്കലും ഞങ്ങളുടെ സ്തുതി വരില്ല. അവന്റെ ഉള്ളിൽ ഇപ്പോഴും എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാ തല്ലിയതാരാണെന്ന് അച്ഛനോട് പറയില്ലെന്നും പറഞ്ഞവൻ കെഞ്ചിയത്. ആ അച്ഛനോട് പറയാൻ പറ്റാത്തൊരു സങ്കടമുണ്ട്, ഒരിക്കലും തീരാത്ത സങ്കടം. വേണ്ട, ഒന്നും പറയണ്ട. എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. കേൾക്കണം പ്ലീസ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒക്കെ മറന്നതാ ഞാൻ. ഇനി ഒന്നും ഓർക്കാൻ ആഗ്രഹമില്ല, ഓർക്കുകയില്ല. എനിക്ക് പറയാനുള്ളത്. നിനക്ക് എന്താ പറയാനുള്ളത് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ആ എഴുത്ത് ഇച്ചായന്റെ കൈ കൊടുത്തതല്ല, ഇച്ചായൻ എങ്ങനെയോ കിട്ടിയതാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കരുതിയില്ല. ഐ എം സോറി എന്നൊക്കെ പറയാനല്ലേ? അല്ല, പിന്നെ എനിക്ക് സുധിയെ ഇഷ്ടമാണെന്ന് പറയാൻ വന്നതാ ഞാൻ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിക്കണം. സത്യമാ ഞാൻ പറഞ്ഞേ. എനിക്കിഷ്ടമാ സുധിയെ. എന്നാ എന്നെ കൊണ്ടുപോകാവോ നിന്റെ ഇച്ചായന്മാരുടെ അടുത്തേക്ക്? എന്നിട്ട് ഉറക്കെ പറയാമോ അവരോട് എന്നെ ഇഷ്ടമാണെന്ന്? പറയാമോ? അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് ആവില്ലെന്ന് തോന്നുന്നേ. എന്നാ അധികം സംസാരിക്കാതെ ഇറങ്ങി പോയെന്റെ മുമ്പിൽ നിന്ന്. മനസ്സിൽ കുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് സുധി തന്ന ഈ വീട്ടിലെ അഡ്രസ് ഞാൻ മറന്നില്ലല്ലോ. യെസ് അല്ലെങ്കിൽ നോ എന്ന് എഴുതേണ്ടി വരും എന്നേ അപ്പൊ തോന്നിയുള്ളൂ. ഇതുപോലെ വരേണ്ടി വരുമെന്ന് കരുതിയേയില്ല. ഞങ്ങളുടെ രീതി വേറെ, സുധിയുടെ രീതി വേറെ. ഒരുമിച്ച് ചേരാൻ ബുദ്ധിമുട്ടാ, അറിയാം. എത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചാലും ഒരുമിച്ച് ചേരണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. അല്പനാളുകൾ കഴിയുമ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുന്ന നേരത്ത് മെല്ലെ ഇച്ചായന്മാരോട് പറയണമെന്ന് കരുതി. ആദ്യമൊക്കെ കുറച്ച് ബഹളം ഉണ്ടാക്കിയാലും ഒടുവിൽ അവർ സമ്മതിക്കും. എന്റെ വിശ്വാസമാ അത്. അല്ലാതെ സുധി പറഞ്ഞതുപോലെ വലിച്ചോണ്ടുപോയി ഉറക്കെ പറയാനൊന്നും എനിക്കാവില്ല. സുധിക്ക് പിന്നെ ഇഷ്ടമല്ലെങ്കിൽ സാരമില്ല, ഞാൻ പൊയ്ക്കോളാം. പോട്ടെ, പോവാ. എന്തിനാ അവളിവിടെ വന്നത്? എടാ എന്തിനാ അവളിവിടെ വന്നതെന്ന്?
പുതിയ എന്തെങ്കിലും ട്രാപ്പ് ആയിട്ടാണോ വന്നത്? അല്ല, പിന്നെ പറയടാ. അവക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയാൻ. അങ്ങനെ പറഞ്ഞു അവള്? പറഞ്ഞു. ഒരു വട്ടമല്ല, പലവട്ടം പറഞ്ഞു. കരഞ്ഞോണ്ട്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ? ഞാനെന്ത് പറയാൻ? നിങ്ങളല്ല എന്റെ കയ്യിൽ നിന്ന് വാക്ക് വാങ്ങിച്ചത്. അവളെ കാണരുത്, ഓർക്കരുത്, ഇഷ്ടപ്പെടരുത് എന്നൊക്കെ. ആ വാക്ക് ഞാൻ പാലിച്ചു. അവൾ പോയി. വാടാ. പറഞ്ഞത് നേരാണോ? എന്ത്? അവനെ ഇഷ്ടമാണെന്ന്. നേരാ. എങ്കിലാ ഇഷ്ടമൊന്ന് കാണിക്കാൻ പറ്റുമോ? എങ്ങനെ? ഈ ബൈക്കിന്റെ പിറകിലോട്ടൊന്ന് കയറ്. എന്തിനാ? അവന്റെ മുമ്പിലോട്ടോണ്ട് ഇട്ടു കൊടുക്കാൻ, എന്നിട്ട് പറയാൻ ദേനടാ നിന്റെ പെണ്ണെന്ന്. കയറ്. പലവട്ടം കരഞ്ഞോണ്ട് പറഞ്ഞു എന്നൊക്കെ അവൻ പറഞ്ഞു. അത്രത്തോളൊന്നും വേണ്ട. ഒരിക്കൽ കൂടെ, ഞങ്ങളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയാ, ഒരിക്കൽ കൂടെ ഒന്ന് പറയാവോ? ഇഷ്ടമാണോ ഞങ്ങളുടെ സുധിയെ? ഇഷ്ടവാ. ദേനടാ നിന്റെ പെണ്ണ്. ഈ മിനി പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയ വാക്കും വാക്കിനോടൊപ്പം വാങ്ങിയ മണ്ണാങ്കട്ടയും കാറ്റിപ്പറത്തിരിക്കുന്നു. ഇനി നിങ്ങൾ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തീർക്കുകയോ തുടങ്ങുകയോ ചെയ്യാം. വല്ലതൊക്കെ പറയടാ. സ്നേഹവും ഇഷ്ടമൊക്കെ മനസ്സിൽ നിന്നുണ്ടാവണം. സത്യസന്ധമായിരിക്കണം. എന്നും നിലനിൽക്കുന്നതായിരിക്കണം. വെറുതെ പറഞ്ഞ് പറ്റിക്കരുത്. സുധിക്ക് നന്നായിട്ട് അറിയാലോ എന്നെ. പറ, സുധി തന്നെ പറ. ഞാൻ പറ്റിക്കോ സുധിയെ? പറ. ഒരിക്കലും. ഞങ്ങള് പോണോ? പോണെങ്കി പോകാം. നിക്കണേ നിക്കാം. പോണോ? നിക്കണോ? പോണോ? എന്തെങ്കിലും ഒന്ന് പറ എന്റെ സുധി. മിനി പറയട്ടെ. ഞാനെന്ത് പറയാൻ? ഞാനെന്ത് പറയാൻ? ഇത് എന്ത് റൊമാൻസ്? നീ ധൃതി കൂട്ടല്ലേ. അതൊക്കെ പതുക്കെ വരും അല്ലേ? ശരിയാ, പതുക്കെ വന്നോളൂ. തലമ്പട് തലമ്പട് തലമ്പട്. സ്വപ്നമാണോ സത്യമാണോ നടക്കുന്നതെന്ന് വേർതിരിച്ചറിയാൻ പറ്റണില്ല. അതെന്താ? ആ, എന്തോ പോലെ. പോകാൻ നേരമായി സുധി. ഞാൻ പൊക്കോട്ടെ. ഇനി ദിവസവും കാണുമോ? എവിടെ വെച്ച്? സുധി പറയുന്നിടത്ത് വെച്ച്. നദിയുടെ വടക്കേ അറ്റത്ത് എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട്. അവിടെ വെച്ച് കാണാം. അത് ഏത് സ്ഥലമാടാ സുധി? നമ്മളെ പഴയ വള്ളം കിടക്കുന്ന സ്ഥലമാണാ? അതെ അതെ, അവിടെ തന്നെ. ഇങ്ങ് പോരെ. ആ, അത് മതി. അവിടെ ആകുമ്പോ സേഫാ. നമുക്ക് അവിടെ വെച്ച് കണ്ടാ മതി. നമുക്ക് കാണണ്ട, ഞങ്ങൾ തമ്മിൽ കണ്ടോളാം. എന്ത് ഞങ്ങളും നിങ്ങളും? മിനിക്ക് പോവാൻ നേരമായി. ബസ് സ്റ്റോപ്പ് വരെ ആരാ കൊണ്ടുവിടാം? ഞാൻ എങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ തന്നെ തിരിച്ചു കൊണ്ട് വിട്ടോളാം. അതുപോലെ പൊനാങ്കി പോയി പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് നീ കൊണ്ടുവന്നു. ഇനി എന്ത് ചാൻസ്? ചാൻസോ? എന്ത് ചാൻസ്? മിനി പപ്പുവ നില്ല്. മിനി വരൂ. ഇത്ര ആധികാരികമായിട്ട് വിളിക്കാൻ നിന്റെ ആരാ ഇവള്? എന്റെ പെങ്ങളാ. എന്താടാ പെങ്ങളെ പേര്? ശ്യാമള. എന്താ നിന്റെ പേര്? കോമളൻ. ഓഹോ, ഇതാരാടാ നിന്റെ? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ. നേരാണോടി? എടി നേരാണോ ഒന്ന്? ഇനിയിപ്പൊ എന്റെ പെണ്ണിനെ ആരും പിടിച്ചു പറിക്കണ്ട. ഞാൻ തന്നെ കൊണ്ടുവിട്ടോളാം. വാ. ഇതിനാണോടാ മക്കളെ പോലെ കരുതി ഞാൻ നിന്നെയൊക്കെ ഇവിടെ താമസിപ്പിച്ചത്? ഈ സുധി ഒരു കഷ്ടകാലം പിടിച്ചവന്. എവിടെ ചെന്നാലും ഉടക്ക. പറയടാ, എങ്ങനെ തോന്നിയിടാ നിനക്കൊക്കെ എന്റെ വീട്ടിനകത്ത് വെച്ച് ഞാൻ പറയണ്ട. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാ. അടുത്ത മാസം കല്യാണം നടത്തണമെന്ന് ആഗ്രഹം. അങ്കിള് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം. How do you do? I am retired Colonel R.C. Nair. All the best wishes to you. ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടണം. നേരം പോയി. Oh yes, carry on. Please.
They are in love. They are going to marry also. ഞാൻ വിചാരിച്ചു മറ്റെന്തോ പരിപാടിയാണ്. അവരിപ്പോ എന്നെ പറ്റി എന്ത് വിചാരിച്ചു കാണും? അതൊന്നും സാരില്ലെങ്കിൽ ദേ നോക്കിയേ, നല്ല ചേർച്ചയാ. They are lovebirds. They are going to fly. ഇവിടം വരെ മതി. ഇനി ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു പോയിക്കോ. റോഡിലിറങ്ങിയാൽ ചിലപ്പോൾ പോലീസ് ജീപ്പ് വന്നെന്നിരിക്കും. നിക്ക്, ഞാൻ അയച്ചു തരാം. കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ വന്ന് കണ്ടോട്ടെ. എപ്പോ എവിടെ വെച്ചൊന്നും പറയാൻ പറ്റില്ല. തോന്നുമ്പോ കണ്ടോട്ടെ. അയ്യോ, ദേ ബസ്. മാല, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ഇനിയുള്ള നീക്കങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചായിരിക്കണം. ഇതെല്ലാം അവളുടെ ആ പീറ ഇച്ചേമര അറിഞ്ഞാലുണ്ടല്ലോ, ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. എത്ര ഭൂകമ്പം ഉണ്ടായാലും ശരി, നമ്മുടെ മിനി നമ്മുടെ കൂടെ നിൽക്കുന്നു ഉറപ്പുവരുത്തണം. നമ്മുടെ മിനി നമ്മോടൊപ്പം അല്ല, അവന്റെ മിനി അവനോടൊപ്പം. നമ്മൾ ഒരു കാര്യം പറയുമ്പോ നീ പറഞ്ഞോ. അപ്പൊ മിനി കൂടെ നിൽക്കണമെങ്കിൽ മിനിയുടെ സ്നേഹം ദൃഢമാണെന്ന് അടിവരയിട്ട് ഉറപ്പിക്കണം, തെളിയിക്കപ്പെടണം. അതിന്ന് രാത്രി തെളിയിക്കാം. എങ്ങനെ? ഇന്ന് രാത്രി ഞാൻ പോയി മിനിയുടെ ജനാലയ്ക്ക് തട്ടും. തുറന്ന് എന്നോട് 1 മിനിറ്റ് വർത്താനം പറഞ്ഞാൽ സ്നേഹം സത്യവും ദൃഢമാണെന്ന് തെളിയിക്കപ്പെടും. എന്ത്? ഇന്ന് രാത്രി ആ വീട്ടിൽ പോകുന്ന അത്ര ശക്തമായ ദൃഢമാക്കല് വേണ? അയ്യോന്റെ ഇടി. അത് സാരമില്ലടാ. താരമില്ലേ, രണ്ടും കൂടി അങ്ങോട്ട് പോയാ മതി, ഞാനില്ല. നീയും വരും. ഇതിനു വേണ്ടി ചാകാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞവനാ നീ. എടാ രാധു വെടക്ക് ടീമാണ്. സാഹസികതയ്ക്കൊരു അതിരുണ്ട്. അതിരില്ല.